ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണവും അറസ്റ്റും ഇപ്പോഴും തുടരുകയാണ്. അന്വേഷണം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേസിന്റെ നാൾവഴിയിൽ കൂടി നോക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികളുമായി റിനു ചേരുന്നു. റീ ഓപ്പൺ. കേരളം അനേകായിരം വിശ്വാസികൾ അവർ ഞെട്ടലോടെ കേട്ടയൊന്നായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. സ്പെഷ്യൽ കമ്മീഷണറോ ഹൈക്കോടതിയോ അറിയാതെയുള്ള 2025 നീക്കമാണ് പെരുംകൊള്ള പുറത്തുവരുവാനുള്ള കാരണം. 24 മണിക്കൂറിന്റെ ഇടവേളയിൽ അന്ത്യശാസനം നൽകി രേഖകൾ വിളിച്ചുവരുത്തി പരിശോധിക്കുമ്പോൾ കോടതി എല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ 42 കിലോ 800 ഗ്രാം ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ പണികൾ കഴിഞ്ഞ തിരികെ എത്തിക്കുമ്പോൾ 38 കിലോ 258 ഗ്രാമായി മാറി. ഇതായിരുന്നു ആദ്യ കണ്ടെത്തൽ. സംരക്ഷിക്കേണ്ടവരും അന്വേഷിക്കേണ്ടവരും നിശബ്ദത പ്രകടിപ്പിച്ചതിനാൽ ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ കോടതി നേരിട്ട് നിർദ്ദേശം നൽകി. വിജിലൻസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിക്കപ്പെട്ടു. കൊള്ളയിൽ 1-ാം പേരുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റി മാത്രമല്ല, സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നും ദേവസ്വം വിജിലൻസ് സംശയിച്ചു. അനന്തസുബ്രഹ്മണ്യം, കൽപേഷ, നരേഷ, പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻ, അങ്ങനെ ആ നിര നീണ്ടു. മുരാരി ബാബുവും KS ബൈജുവും ഉൾപ്പെടെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ ദേവസ്വം വിജിലൻസ് പേരുകൾ അക്കമിട്ടു നിരത്തി. 2019 ദേവസ്വം ഭാരവാഹികളെയും സംശയിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തിയതോടെ ഹൈക്കോടതിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. കോടതി നിരീക്ഷണത്തിൽ SIT, മേൽനോട്ട ചുമതല സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക്. കോടതി നേരിട്ട് അന്വേഷണ സംഘത്തെയും തീരുമാനിച്ചു. രണ്ടു സമയങ്ങളിലായി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാതിൽപ്പാളിയിലെ സ്വർണം 2019 മാർച്ചിൽ കടത്തിക്കൊണ്ടുപോയി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം 2019 ജൂലൈയിൽ കവർന്നതായും കരുതപ്പെടുന്നു. 2 കേസുകളിലും വെവ്വേറെ FIRകൾ രജിസ്റ്റർ ചെയ്തു. ദേവസ്വം വിജിലൻസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച SIT കൃത്യമായ ഹോംവർക്കാണ് ആദ്യം നടത്തിയത്. ഒക്ടോബർ 17 സ്വർണ്ണക്കൊള്ളയിലെ ആദ്യ അറസ്റ്റ്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിളിമാനൂരിലെ വീട്ടിൽ നിന്നും SIT കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്ത്. അനന്തസുബ്രഹ്മണ്യം സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിലും പിന്നീട് ഹൈദരാബാദിലും എത്തിച്ചു. ദിവസങ്ങൾ ഹൈദരാബാദിൽ സൂക്ഷിച്ച ശേഷം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി. സ്വർണം തട്ടിയെടുത്തത് ഈ യാത്രയിൽ. സ്വർണം ഉരുക്കി വിറ്റുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. സംസ്ഥാനത്തിന് പുറത്തേക്ക് SITയുടെ തെളിവെടുപ്പ്. അവിടെ വീണ്ടും മറ്റൊരു പേര് ഉയർന്നു വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയിലെ സ്വർണം വിറ്റ ബെല്ലാരിയിലെ ഗോവർദ്ധൻ. പിന്നാലെ SIT തെളിവെടുപ്പ് നടത്തി കുറച്ചു സ്വർണം പിടിച്ചെടുത്തു. 608 ഗ്രാം സ്വർണം കോടതിയിൽ ഹാജരാക്കി. സ്വർണ്ണക്കട്ടികളും സ്വർണ്ണഭാഗങ്ങളുമായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തു. ಶ್ರೀಕೋವಿಲ್ದು ಮೇನ್ ಬಾಗಿಲು ಅದು ಶಿಲಾಭ್ಯಾಸ ಆಗಿದೆ, ಹಳೆದು. ಹಂಗಾಗಿ ನಿಮ್ಗೆ ಏನೇನು ಅವಕಾಶ ಇದ್ದರೆ ನೀವು ಅದನ್ನು ಡೊನೇಷನ್ ಮಾಡೋಂಗಿದ್ರೆ ನಿಮ್ಮ ಕಡೆಯಿಂದ ಮಾಡಿರಿ ಅಂತ ಕೇಳಿದ್ವಿ. ನಮ್ಮ ಜೀವನದಲ್ಲಿ ಒಂದು ಒಳ್ಳೆ ಅವಕಾಶ ಸಿಕ್ತು ನಮಗೆ ಅದನ್ನು ಮಾಡ್ಬೇಕನ್ನೋ ಉದ್ದೇಶಕ್ಕೆ. ಹಂಗಾಗಿ ನಾವು ಅದನ್ನೇನು ಮಾಡಿದ್ವಿ, ಅದು ಡೋರದು ನಮ್ಮ ಖರ್ಚಿಂದ ಟೋಟಲ್ ನಾವೇ ಡೊನೇಷನ್ ಮಾಡಿ ಕೊಟ್ಟು. പിന്നാലെ ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിൽ SIT അന്വേഷണം. ഒക്ടോബർ 22 ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും 2-ാം പ്രതിയുമായ B മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. നവംബർ 2 3-ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നാലെ നവംബർ 6 7-ാം പ്രതിയായ മുൻ തിരുവാഭരണം കമ്മീഷണർ
KS ബൈജുവും പിടിയിലായി. ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിൽ തെളിവ് ശേഖരിച്ചായിരുന്നു SITയുടെ ഓരോ നീക്കങ്ങളും. സുഭാഷ് കപൂർ മോഡൽ സ്വർണ്ണക്കൊള്ള. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത് ഇതാണ്. ശബരിമലയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് അന്താരാഷ്ട്ര കടത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്നുവെന്നും. അപ്പോഴും ചോദ്യങ്ങൾ പലതാണ്. അന്വേഷണം ആരിലേക്കൊക്കെ നീളും? N. വാസുവിനെ ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. A. പത്മകുമാറും കടന്ന് ആരിലൊക്കെ പോകുമെന്നാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.